കൊമേഴ്സും ഹ്യൂമാനിറ്റീസും പ്ലസ് ടു പഠിച്ച വിദ്യാർത്ഥികൾക്ക് ഇനി എന്തെല്ലാം മേഖലകളിലേക്ക് കടന്നു പോകാം, എന്തെല്ലാം ഓപ്ഷൻസാണ് ഇത് കഴിഞ്ഞിട്ടുള്ളത്, എങ്ങനെ കോളേജുകളും യൂണിവേഴ്സിറ്റികളും ഒക്കെ തിരഞ്ഞെടുക്കണം, എന്തെല്ലാം കാര്യങ്ങളിൽ ചിന്ത വേണം, എങ്ങനെ ഈ അമിതമായ അഡ്വർടൈസ്മെൻ്റെയൊക്കെ ചതിക്കുഴികളിൽ വീഴാതിരിക്കുക, അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. കൊമേഴ്സും ഹ്യൂമാനിറ്റീസും ഒക്കെ പ്ലസ് ടു കഴിയുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഒരുപാട് ആശങ്കകൾ അവർക്കുണ്ട്. പല വിദ്യാർത്ഥികളും അവരുടെ പേരൻസും ഒക്കെ ഈ ദിവസങ്ങളിൽ ഈ കാര്യം പറഞ്ഞ് വിളിച്ചിട്ടുമുണ്ട്. പ്രധാനമായും കൊമേഴ്സ് ഹ്യൂമാനിറ്റീസും ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഈ പരീക്ഷ കഴിയുന്ന മുറയ്ക്ക് ധാരാളം കോഴ്സുകളെ പറ്റിയൊക്കെ മാർക്കറ്റിൽ ഇങ്ങനെ ഒത്തിരി ചർച്ചകൾ കാണുകയും അഡ്വർടൈസ്മെൻറ്റ് കാണുകയും പല ക്യാൻവാസിങ്ങിലൊക്കെ പെടുകയും പലപ്പോഴും പല അബദ്ധ കോഴ്സുകളിലൊക്കെ പോയി ചേരുകയൊക്കെ ചെയ്യും. ഇപ്പം പ്രധാനമായിട്ടും കൊമേഴ്സുകാർക്കും ഹ്യൂമാനിറ്റീസുകാർക്കും പഠിച്ചിറങ്ങുമ്പോൾ അവർക്ക് പ്ലസ് ടു കഴിഞ്ഞ് പോകാവുന്ന കോഴ്സുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കരിയറുകൾ, ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കാം. പ്രധാനമായിട്ട് കൊമേഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഒരു 5% താഴെ കുട്ടികൾ കണക്കിനൊക്കെ പൊതുവെ മിടുക്കരായിട്ടുള്ള കുട്ടികളായിരിക്കും. ചിലർ കണക്കൊരു ഓപ്ഷനായിട്ട് തന്നെ കൊമേഴ്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെയുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അക്കൗണ്ടിങ്, ഫിനാൻസ് മേഖലയിലോട്ടൊക്കെ പോകുന്നത് ഏറ്റവും നന്നായിരിക്കും. പ്രത്യേകിച്ച് ചാർട്ടേഡ് അക്കൗണ്ടൻസി, കോസ്റ്റ് അക്കൗണ്ടൻസി പോലുള്ള കോഴ്സുകൾ, അതുപോലെ ഈ ACCA പോലുള്ള കോഴ്സുകൾ, ഇങ്ങനെയുള്ള കോഴ്സുകൾക്കൊക്കെ പോകാൻ ഏറ്റവും പറ്റിയ ആൾക്കാരെന്ന് പറയുന്നത് കണക്ക് പ്ലസ് ടുവിന് പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികളും അതുപോലെ തന്നെ കണക്കിൽ നല്ല കഴിവുള്ള കുട്ടികളും. കണക്കില്ലാത്ത ആൾക്കാർ അത്തരം മേഖലയിലൊക്കെ പോയാൽ പിന്നീട് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് പിന്നീട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കണക്കില്ലാത്ത കുട്ടികൾ അത്തരം മേഖലകളിലൊക്കെ പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ബാക്കി വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇപ്പോൾ കൊമേഴ്സ് പഠിച്ച വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു കോഴ്സാണ് BCom. പൊതുവേ BComന് അഡ്മിഷൻ കിട്ടാൻ, നല്ല കോളേജിലൊക്കെ അഡ്മിഷൻ കിട്ടാൻ പൊതുവേ ഇച്ചിരി പ്രയാസമാണ്. എങ്കിലും BComന് അഡ്മിഷൻ കിട്ടിയാൽ നന്നായിട്ട് BCom പഠിക്കാമെങ്കിൽ അത് കഴിഞ്ഞ് ഒരു പ്ലേസ്മെൻറ്റ് കിട്ടാനാണെങ്കിലും അത് കഴിഞ്ഞ് തുടർ പഠനത്തിനാണെങ്കിലും ഒക്കെ നല്ല സാധ്യതയുള്ളൊരു കോഴ്സാണ് BCom. പക്ഷേ പഠിക്കുന്ന കുട്ടികളായിരിക്കണം. ഇപ്പോൾ കൊമേഴ്സ് ഹ്യൂമാനിറ്റീസും പഠിക്കുന്ന കുട്ടികളിൽ ഒരു പകുതി കുട്ടികളെങ്കിലും പഠനത്തിൽ താല്പര്യമില്ലാത്ത കുട്ടികളാണ്. അങ്ങനെയുള്ള കുട്ടികളെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്, പഠനത്തിൽ താല്പര്യമില്ലാത്ത കുട്ടികളും അതുപോലെ തന്നെ പിന്നെ ഈ പെട്ടെന്നൊരു ജോലി വേണ്ട കുട്ടികളുമൊക്കെ, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടൊക്കെ ഇച്ചിരി പുറകോട്ട് നിൽക്കുന്ന കുട്ടികളാണ്. അങ്ങനെയുള്ള കുട്ടികൾ പഠനത്തിലും പുറകോട്ടാണ്, സാമ്പത്തികമായും പുറകോട്ടാണെങ്കിൽ ഏറ്റവും നല്ല എന്തെങ്കിലും ഒരു തൊഴിൽ പഠിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഈ എന്തെങ്കിലും ഒരു തൊഴിൽ പഠിക്കാമെങ്കിൽ അതെന്ത് തൊഴിലാണെങ്കിലും, ഇപ്പോൾ തൊഴിൽ രംഗത്ത്, വൈദഗ്ധ്യമുള്ള തൊഴിൽ രംഗത്ത് എല്ലായിടത്തും തന്നെ തൊഴിലാളികളെ ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ITകളിലൊക്കെ പോയി അങ്ങനത്തെ കോഴ്സുകളൊക്കെ പഠിക്കാമെങ്കിൽ അവർക്ക് പെട്ടെന്നൊരു തൊഴിൽ മേഖലയിലേക്ക് വരാൻ, ഒരു ജോലി ലഭിക്കും. പക്ഷേ BComനൊക്കെ പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ അതിൽ നിന്നൊരു തൊഴിൽ സാധ്യത ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. പലർക്കും ഒരു വിചാരമുണ്ട്, കൊമേഴ്സ് എന്നൊക്കെ പറയുന്നത് നല്ല ഉഴപ്പി നടക്കാവുന്നൊരു കോഴ്സാണ്. അങ്ങനെയല്ല, ഉഴപ്പി നടക്കുന്നവർക്ക് അത് കഴിഞ്ഞ് തൊഴിലൊന്നും കിട്ടാനുള്ള സാധ്യത ഉണ്ടാവില്ല. അപ്പോൾ BCom ഒരു നല്ല ഓപ്ഷനാണ്. നിങ്ങൾക്ക് നല്ലൊരു കോളേജിൽ പോയി BCom ഒക്കെ പഠിക്കാം. BCom ഒക്കെ പഠിക്കുമ്പോൾ ഉള്ളൊരു പ്രത്യേകത, BComന് പോകാൻ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് നമ്മുടെ പ്രശ്നം തീരുന്നില്ല. ഒരു കരിയർ ഗൈഡൻസ് ഒക്കെ അത്തരം കുട്ടികൾക്ക് കൊടുക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. കാരണം ഈ BCom പഠിക്കുന്നതിനൊരു രീതിയുണ്ട്. കൊമേഴ്സൊക്കെ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് അവർ സ്ട്രീറ്റ് സ്മാർട്ട് ആയിരിക്കണം. പ്രത്യേകിച്ച് ഒരു ബിസിനസ് രംഗത്താണ് അവർ നാളെ ജോലി അന്വേഷിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നല്ല ആത്മവിശ്വാസവും നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഒരു ബിസിനസ് സെൻസ്, അതുപോലെ തന്നെ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ്, നെഗോഷിയേറ്റ് ചെയ്യാനുള്ള കഴിവ്, ടീമായിട്ട് വർക്ക് ചെയ്യാനുള്ള കഴിവ്, ഇങ്ങനെയൊക്കെയുള്ള കുറേ സോഫ്റ്റ് സ്കിൽസൊക്കെ അവർക്ക് ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നല്ല മനോഭാവവും ഹാപ്പിനെസ്സും ഒക്കെ ഉണ്ടെങ്കിലേ കൊമേഴ്സ് കഴിഞ്ഞ് നമുക്ക് നല്ലൊരു ജോലിയൊക്കെ കിട്ടാനുള്ള സാധ്യതകളുള്ളൂ. പ്രത്യേകിച്ച് പത്രമൊക്കെ വായിക്കുന്ന കുട്ടികൾ, സമൂഹത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നൊക്കെ മനസ്സിലാക്കുന്ന കുട്ടികളുമായിരിക്കണം. അതുപോലെ തന്നെ നല്ലൊരു കോഴ്സാണ് BBA എന്ന് പറയുന്നത്. BBA എന്ന് പറയുന്ന കോഴ്സ് ചില കോളേജുകളിലൊക്കെ, അല്ലെങ്കിൽ ചില സിലബസിലൊക്കെ അതിനകത്ത് കണക്കിൻ്റെയൊക്കെ കുറച്ച് കൂടുതൽ പേപ്പറുകളൊക്കെ ചിലപ്പോൾ ഉണ്ടാവാം. അതൊക്കെ സിലബസൊക്കെ നോക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പഠിക്കാൻ പോവാം. BBAയും തൊഴിൽ രംഗത്ത് അല്ലെങ്കിൽ ഒരു പ്ലേസ്മെൻറ്റ് കിട്ടാനൊക്കെ സാധ്യതകൾ കൂടുതലുള്ളൊരു കോഴ്സാണ്. അതുപോലെ BA എക്കണോമിക്സ്, കൊമേഴ്സുകാരെല്ലാവരും തന്നെ എക്കണോമിക്സ് പഠിക്കുന്നത് കൊണ്ട് BA എക്കണോമിക്സ് പോലുള്ള കോഴ്സുകളിലേക്ക് അവർക്ക് പോവാം. അതുപോലെ LLB പോലുള്ള കോഴ്സുകൾ പഠിക്കാൻ നല്ല അവസരം കൊമേഴ്സുകാർക്കുണ്ട്. LLB കൊമേഴ്സുകാർ പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഈ കോർപ്പറേറ്റിലോ കമ്പനിയിലോ ഇങ്ങനെയൊക്കെയുള്ള മേഖല, ലോ റിലേറ്റഡ് ടു ടാക്സ്, ഇങ്ങനെയൊക്കെയുള്ള മേഖലകളിലൊക്കെ നിങ്ങൾക്ക് പോയി ജോലി ചെയ്യാനും ഇങ്ങനെയൊക്കെയുള്ള മേഖലയിൽ സ്പെഷ്യലൈസ് ചെയ്യാനും ഒക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ലോ ഒരു നല്ല ഓപ്ഷനാണ്. പിന്നെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ BSW എന്നൊക്കെ പറയുന്ന
സോഷ്യൽ വർക്ക്, ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ സോഷ്യൽ വർക്ക്, അതൊക്കെ കൊമേഴ്സുകാർക്കും കൊമേഴ്സ് പഠിച്ച കുട്ടികൾക്കും പോകാവുന്നതാണ്, ഹ്യൂമാനിറ്റീസുകാർക്കും പോകാവുന്ന കോഴ്സാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കോഴ്സുകളാണ് കൊമേഴ്സുകാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് പോകാവുന്നത്. സി എക്കൊക്കെ പോകുന്നെങ്കിൽ ഡയറക്റ്റായിട്ട് തന്നെ പോകുന്നതാണ് നല്ലത്. ബി കോമിന് പോയിട്ട് സി എക്ക് പോകാനായിട്ടൊക്കെ ഒരു 2-3 വർഷം വേസ്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. പലരുടെയും ഒരു കുഴപ്പം എന്നാ വെച്ചാൽ ഒരു ഡിഗ്രിയെങ്കിലും എടുത്തിട്ട് പോകാം, അങ്ങനെയൊക്കെ ഒരു പെസിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കുന്നവർ സി എക്കൊന്നും പോകാതിരിക്കുക നല്ലത്. സി എക്കൊക്കെ പോകണമെങ്കിൽ ഡയറക്റ്റായിട്ട് നേരെ സി എ പോയി പഠിച്ച് ജോലിയിൽ കയറാനാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് ഹ്യൂമാനിറ്റീസുകാർക്കും കൊമേഴ്സുകാർക്കും പോകാവുന്ന ഒരുപാട് കോമൺ ആയിട്ടുള്ള കോഴ്സുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ സോഷ്യൽ വർക്ക് പോലുള്ള കോഴ്സുകളിലൊക്കെ പോകാം. അതുപോലെ തന്നെ ലാംഗ്വേജുകൾ, ഇപ്പോൾ ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, അതുപോലെ ഏതെങ്കിലും ഫോറിൻ ലാംഗ്വേജ്, ഇതിലൊക്കെ താല്പര്യമുള്ള കഴിവുള്ള കുട്ടികൾ, പ്രത്യേകിച്ച് ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന കുട്ടികളിൽ ഒരു 5%, 10% കുട്ടികൾ മാത്രമേ ഉള്ളൂ നന്നായിട്ട് കഴിവുള്ള കുട്ടികൾ, അല്ലെങ്കിൽ ഒരു ഹയർ സ്റ്റഡിക്കൊക്കെ ഉന്നതമായി പഠിക്കാനൊക്കെ കഴിവുള്ള അത്തരം കുട്ടികളെ സംബന്ധിച്ച് ഉന്നതമായ പഠനമൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡിഗ്രി എടുത്ത് പഠിക്കാം. പ്രത്യേകിച്ച് അവർ ഹ്യൂമാനിറ്റീസിന് തന്നെ പഠിച്ച ഏതെങ്കിലും ഒരു വിഷയം, ഒരു ഫോർ എക്സാമ്പിൾ പൊളിറ്റിക്കൽ സയൻസോ എക്കണോമിക്സോ, അവർക്ക് ഏത് വിഷയത്തിലാണ് താല്പര്യം ആ വിഷയം തന്നെ എടുത്ത് പഠിക്കുക, അതിൽ ഉന്നത വിദ്യാഭ്യാസത്തിനൊക്കെ പോവുകയും ഒരു ഡോക്ടറേറ്റ് വരെയൊക്കെ എടുക്കാനുള്ള ഓപ്ഷൻസ് ഉള്ളവരാണ് അവർ. അങ്ങനെയുള്ള ഒരു വിഭാഗം കുട്ടികളുണ്ട്. ഇനി അല്ലാത്തവർ തന്നെ നല്ല എഴുതാനും വായിക്കാനും ഒക്കെ അറിയാവുന്ന കുട്ടികളെ ഡിഗ്രിക്കൊക്കെ പോകാവുള്ളൂ. അങ്ങനെ എഴുതാനും വായിക്കാനും ഒന്നും അറിയില്ലെങ്കിൽ എന്തെങ്കിലും തൊഴിൽ പഠിക്കുന്നതായിരിക്കും നല്ലത്. ഇന്ന് ധാരാളം തൊഴിൽ പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. ഇപ്പം ചെറിയ രീതിയിലൊക്കെ കമ്പ്യൂട്ടറിലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഡിജിറ്റൽ മീഡിയ അങ്ങനെയൊക്കെയുള്ള കോഴ്സുകൾക്ക് പോകാം. അതുപോലെ തന്നെ ഗ്രാഫിക്സ് അങ്ങനെയൊക്കെയുള്ള മൾട്ടിമീഡിയ കോഴ്സുകൾക്കൊക്കെ പോകാം. അതൊക്കെ ഓരോരുത്തരുടെയും കഴിവനുസരിച്ച്, ഇപ്പോൾ കഴിവുള്ളൊരു കുട്ടിയാണ് ഒരു ബ്യൂട്ടീഷ്യൻ കോഴ്സ് വേണമെങ്കിൽ പഠിക്കാം, അല്ലെങ്കിൽ ഒരു ഫാഷൻ ഡിസൈനിങ് കോഴ്സ് പഠിക്കാം. അത് ഓരോരുത്തരുടെയും ടാലൻ്റ് അനുസരിച്ച് അത്തരം കോഴ്സുകളിലേക്കൊക്കെ പോയി പഠിക്കാം. ഇപ്പോൾ ഒരു ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കേണ്ട കുട്ടിക്ക് അങ്ങനെ പോയി പഠിക്കാം. അതിൽ തന്നെ ഒരു കുക്കാകാൻ പഠിക്കാം. അങ്ങനെ അതിൻ്റെ ഏത് ലെവലിലും നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അങ്ങനെയൊക്കെയുള്ള കോഴ്സുകൾ. ഇതൊന്നും അല്ലാത്തവർക്ക് IT-യിലൊക്കെ പോയിട്ട് ഏതെങ്കിലും ട്രേഡ് എടുത്ത് പഠിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള സാധ്യതകളൊക്കെ അധികം തുടർന്ന് പഠിക്കാൻ താല്പര്യമില്ലാത്ത കുട്ടികൾക്ക് അത്തരത്തിലുള്ള മേഖലകളിലേക്കൊക്കെ പോകാം. എഴുതാനും വായിക്കാനും ഒക്കെ നല്ല കഴിവുള്ളവരെ ഡിഗ്രിക്ക് പോയിട്ട് കാര്യമുള്ളൂ. കാരണം ഹ്യൂമാനിറ്റീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിഗ്രികൾ എന്നൊക്കെ പറയുന്നത് ധാരാളം എഴുതാനും വായിക്കാനും കഴിഞ്ഞെങ്കിലേ അത്തരം ഡിഗ്രികളിലൊക്കെ നമുക്ക് ശോഭിക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി ഒരു ഡിഗ്രി എടുത്തിട്ട് ഗവൺമെൻറ്റിലെ ജോലികൾക്കും ബാങ്ക് ജോലികൾ, അങ്ങനെ അത് കൊമേഴ്സുകാർക്കായാലും ഹ്യൂമാനിറ്റീസുകാർക്കായാലും ഒരു ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സർക്കാരിൻ്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഒക്കെ ജോലിക്ക് വേണ്ടി ശ്രമിക്കാം. കോർപ്പറേറ്റുകളിലും പ്രൈവറ്റ് സെക്ടറിലും ഒക്കെ ശ്രമിക്കാം. ഒരു ഡിഗ്രിയെ അടിസ്ഥാനമായിട്ട് വെച്ചുകൊണ്ട് നമുക്ക് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് സ്വന്തമായിട്ടൊരു ഓൺട്രപ്രണിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്വന്തമായ എന്തെങ്കിലും ഒരു പ്രസ്ഥാനമൊക്കെ തുടങ്ങാം. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ കഴിവ് അനുസരിച്ചിട്ടാണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇരിക്കുന്നത്. ഇന്നത്തെ കാലത്ത് പിന്നെ ലാംഗ്വേജ് പഠിക്കാം. അതുപോലെ തന്നെ ഏതെങ്കിലും വൊക്കേഷണൽ ആയിട്ടുള്ള കോഴ്സുകളുണ്ട്. ഇപ്പോൾ BVOC എന്നൊക്കെ പറയുന്ന കോഴ്സുകളുണ്ട്. ഏതെങ്കിലും പർട്ടിക്കുലർ മേഖലയിലുള്ള ഒരു തൊഴിലുമായി ബന്ധപ്പെട്ടതായിരിക്കും. അങ്ങനെ BVOC പോലുള്ള കോഴ്സുകളൊക്കെ പഠിക്കാം. കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോഴ്സുകൾ പഠിക്കാം. ഇനി ഈ കൊമേഴ്സിലെ കണക്കെടുത്തിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ച് കമ്പ്യൂട്ടർ രംഗത്ത് പഠിക്കാവുന്ന ഒരു കോഴ്സാണ് BCA എന്ന് പറയുന്നത്, ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. അത് കണക്കുള്ള കുട്ടികൾ പഠിച്ചിട്ടേ കാര്യമുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് മിക്കവാറും എലിജിബിലിറ്റിയേ ഉള്ളൂ. അങ്ങനെ BCA പഠിക്കുകയും അത് തുടർന്ന് വേണം MCA പഠിക്കുകയും ഒക്കെ ചെയ്തവർക്ക് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ രംഗത്തേക്കൊക്കെ പോകാനായിട്ട് സാധിക്കും. ഇനി അല്ലാതെ BCOM-ൽ തന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനൊക്കെ അതിൻ്റെ കൂടെ എലക്റ്റീവായിട്ടുള്ള കോഴ്സുകളൊക്കെ ഉണ്ട്. അത്യാവശ്യം കമ്പ്യൂട്ടർ രംഗത്തൊക്കെയുള്ള പരിശീലനങ്ങൾ അതിലൂടെ കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് കൊമേഴ്സും ഹ്യൂമാനിറ്റീസും ഒക്കെ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് പോകാവുന്ന മേഖലകൾ. പിന്നെ ഈ അന്യ സംസ്ഥാനത്തൊക്കെ ഒരുപാട് പിന്നെ ഈ അട്രാക്റ്റീവായിട്ടുള്ള പല കോഴ്സുകളും പറഞ്ഞൊക്കെ നമ്മുടെ കുട്ടികളെ കൊണ്ടുപോകാറുണ്ട്. ഇപ്പോൾ കൊമേഴ്സും ഹ്യൂമാനിറ്റീസും പഠിക്കുന്നവർക്ക് പോകാവുന്ന ഒരു കോഴ്സാണ് LLB, അതുപോലെ തന്നെ സൈക്കോളജി, അങ്ങനെയൊക്കെയുള്ള കോഴ്സുകൾ. എന്നാൽ ചില കുട്ടികളൊക്കെ ഈ ഫോറൻസിക് പോലുള്ള കോഴ്സുകൾക്കൊക്കെ ഇത് കഴിഞ്ഞിട്ട് പോകുന്നു, നേഴ്സിംഗ് പോലുള്ള കോഴ്സുകൾക്കൊക്കെ പോകുന്നു. വലിയ അബദ്ധമാണ്. കാരണം സയൻസിൻ്റെ വലിയ ബാക്ക്ഗ്രൗണ്ട് അത് ആ രംഗത്തൊക്കെ നമുക്ക് വലിയ ആവശ്യമാണ്. അപ്പോൾ അതൊക്കെ അത്തരം സയൻസ് നോളജൂടൊക്കെ അക്വയർ ചെയ്യാൻ കഴിവുള്ള കുട്ടികൾ ഒരുപക്ഷെ അത്തരം കോഴ്സുകൾക്കൊക്കെ പോയാൽ ചിലപ്പോൾ പിടിച്ചു നിന്നൊന്നും വരാൽ, തീരെ അതിനൊന്നും കഴിവില്ലാത്ത കുട്ടികൾ അങ്ങനെയുള്ള മേഖലകളൊന്നും പോകാതിരിക്കുകയാണ് നല്ലത്. സൈക്കോളജി ഒന്നും എല്ലാവർക്കും പോയി പഠിക്കാൻ പറ്റുന്ന കോഴ്സുകളല്ല. അന്യ സംസ്ഥാനത്തൊക്കെ നമ്മളെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് പല എലക്റ്റീവ്സൊക്കെ വെച്ചിട്ട് തല്ലിപ്പൊളി കോളേജുകളിലൊക്കെ പല കോഴ്സുകളും ഓഫർ ചെയ്യും. ഒരു കാര്യം ഞാൻ വളരെ പ്രത്യേകമായിട്ട് പറയുകയാണ്, നിങ്ങൾ പഠിക്കുന്ന കോഴ്സിനേക്കാളും പ്രധാനമാണ് നിങ്ങൾ പഠിക്കുന്ന കോളേജുകൾ, അതിൻ്റെ സ്റ്റാൻഡേർഡ്. പിന്നെ നല്ല കോളേജുകളിൽ നല്ല സ്റ്റാൻഡേർഡുള്ള സ്ഥലത്തൊക്കെ പോയി പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ CUET നിങ്ങൾക്കറിയാം, സെൻട്രൽ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട്. അതെഴുതി കഴിഞ്ഞാൽ ഇന്ത്യയിലെ പ്രമുഖമായ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോളേജുകളിലും ഒക്കെ നിങ്ങൾക്ക് പോയി പഠിക്കാം.
പ്രൈവറ്റ് മേഖലയിൽ നല്ല യൂണിവേഴ്സിറ്റികളുണ്ട്, തല്ലിപ്പൊളി യൂണിവേഴ്സിറ്റികളുമുണ്ട്. ഇതൊക്കെ ഒരു കരിയർ ഗൈഡൻസ് ഒക്കെ എടുക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. കാരണം നമ്മൾ വലിയൊരു ഭാവി ജീവിതത്തിന് വേണ്ടിയുള്ള ഒരു വലിയ കാര്യം പ്ലാൻ ചെയ്യുമ്പോൾ അതിലൊരു എക്സ്പേർട്ടിൻ്റെ ഒരു അഡ്വൈസൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് നല്ലതാണ്. കോഴ്സിൻ്റെ സെലക്ഷൻ മാത്രമല്ല, കോളേജിൻ്റെയും യൂണിവേഴ്സിറ്റിയുടെയും സെലക്ഷൻ മാത്രമല്ല, ഈ കോഴ്സുകളൊക്കെ പഠിക്കുമ്പോൾ എന്തെല്ലാം നൈപുണ്യങ്ങൾ വളർത്തണം, ഇതുമായി ബന്ധപ്പെട്ട തൊഴിൽ മേഖലകളൊക്കെ എങ്ങനെയാണ്, അതിനുവേണ്ടി എങ്ങനെ ഒരുങ്ങണം, ഇത് കഴിഞ്ഞിട്ട് പോകാവുന്ന ഹയർ സ്റ്റഡീസ് എന്തൊക്കെയാണ്, അതിനുവേണ്ടി എന്തെല്ലാം പ്രിപ്പറേഷൻസ് വേണം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. മാത്രമല്ല വ്യക്തിത്വ വികസനം, കാഴ്ചപ്പാട്, ദർശനം, മെൻറ്ററിങ്, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങളാണ് നല്ലൊരു കരിയർ എക്സ്പേർട്ടിൻ്റെ അടുത്തൊക്കെ ചെന്നാൽ നിങ്ങൾക്ക് കിട്ടുന്നത്. പ്രത്യേകിച്ച് ഞാൻ ഈ 26 വർഷമായിട്ട് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ്, ഒരു കരിയർ മെൻറ്റർ എന്ന നിലയിൽ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളവരുടെ ഗൈഡൻസ് ഒക്കെ എടുക്കുന്നത് അത്ര മോശപ്പെട്ട കാര്യങ്ങളല്ല. പക്ഷെ പൊതുവേ നമ്മുടെ സമൂഹത്തിൽ അങ്ങനെയുള്ള ഒരു കാര്യമൊന്നും ആരും ചെയ്യാറില്ല. അതുകൊണ്ട് തൊഴിലില്ലായ്മ അതിനനുസരിച്ച് കൂടുന്നുമുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഓർക്കുക. പ്രത്യേകിച്ച് ഹ്യൂമാനിറ്റീസും കോമേഴ്സും എടുത്ത കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ബുദ്ധിപരമായ നീക്കത്തിലൂടെ അവർക്ക് തൊഴിൽ രംഗത്തേക്ക് എത്താനായിട്ട് സാധിക്കും. നല്ല കോളേജുകളിലൊക്കെയാണ് അവിടുന്ന് തന്നെ ഒരു ഡിഗ്രി കഴിഞ്ഞാൽ തന്നെ പ്ലേസ്മെൻറ്റ് കിട്ടും. അപ്പോൾ അത്തരം പ്ലേസ്മെൻറ്റൊക്കെ വാങ്ങിച്ചെടുക്കാനായിട്ട് അതിൻ്റേതായ പരിശീലനങ്ങളും ഓർഗനൈസിങ്ങും ഒക്കെ ആവശ്യമാണ്. അപ്പോൾ ഇത്തരത്തിലൊക്കെ പഠനത്തിൽ മികച്ചവരാകാൻ നിങ്ങൾക്ക് നല്ല അവസരങ്ങളുണ്ട്, തൊഴിൽ നേടാൻ അവസരമുണ്ട്, നിങ്ങളുടെ കരിയറൊക്കെ വളരെ എക്സലൻ്റ് ആക്കാൻ അവസരമുണ്ട്. ഇത് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന്, കോമേഴ്സ് ഹ്യൂമാനിറ്റീസും ഒക്കെ പഠിക്കുന്ന മറ്റ് വിദ്യാർത്ഥികൾക്ക്, അധ്യാപകർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയിലൂടെ നമ്മൾ ഇത്തരം ധാരാളം അറിവുകൾ ഷെയർ ചെയ്യുന്നുണ്ട്. ഇതെല്ലാവർക്കും എത്തിച്ചു കൊടുക്കുകയും ആ അറിവുകളിലൂടെ ചതികളിൽ നിന്ന്, പ്രത്യേകിച്ച് ഈ കാര്യം ഞാൻ ഈ ഒരു എപ്പിസോഡ് ചെയ്യാൻ തന്നെ കാരണം, ഒരുപാട് തട്ടിപ്പ് കോഴ്സുകളാണ് നമ്മുടെ സമൂഹത്തിലെ കുട്ടികളെ പറ്റിക്കാനായിട്ട് വരുന്നത്. ധാരാളം പണമാണ് അതിലൂടെ കുടുംബങ്ങളിൽ നിന്നൊക്കെ ചോർന്നു പോകുന്നത്. അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ സമൂഹത്തെ രക്ഷിക്കുക എന്നുള്ള ഒരു ലക്ഷ്യവും കൂടെ ഇതിലൂടെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കും നമ്മുടെ സഹജീവികളോട് അത്തരത്തിലുള്ള ഒരു സ്നേഹം ഉണ്ടാവണം. അവർക്കൂടി ഈ കാര്യങ്ങളൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കുക. എല്ലാവർക്കും നല്ല പരീക്ഷ വിജയം നേരുന്നു. അതുപോലെ തന്നെ നല്ലൊരു കരിയറും ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.